മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂൺ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ജ്യോതിഷശാസ്ത്രം പറയുന്നതനുസരിച്ച് ചില പ്രത്യേക ദിവസങ്ങളിലെ ഗ്രഹസ്വാധീനവും നക്ഷത്ര സ്വാധീനവുമെല്ലാം തന്നെ ചില രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മാത്രം ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകാറുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ മിഥുനമാസത്തിൻ്റെ ശക്തി സജീവമായിരിക്കുന്ന ഈ ഒരു സമയത്ത് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും നിമിഷ സമയങ്ങൾക്കുള്ളിലാണ് ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ഒരു സാധാരണ മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും മുൻകൂട്ടി കാണുവാനോ പ്രവചിക്കുവാനോ കഴിയില്ലെങ്കിൽ പോലും ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെപ്പോലും നിഷ്പ്രയാസം മുൻകൂട്ടി കാണുവാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഇപ്പോൾ വളരെ നാളുകളായി മുടങ്ങിക്കിടക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളും ഒരു പരിഹാരം ഉടനടി ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. മാത്രമല്ല, നിലവിലുള്ള ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാനസികമായി വല്ലാതെ തകർന്ന അവസ്ഥയിലാണ് ചില വ്യക്തികൾ ഉള്ളത്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച തെളിയുവാൻ പോകുന്നത് ഗജകേസരി യോഗമാണ്. അപ്പോൾ ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഗജകേസരി യോഗം കൊണ്ട് വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തികളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളും പ്രതികൂലങ്ങളും മറ്റാരും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒട്ടനവധി ദുരനുഭവങ്ങളും മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവിച്ചിട്ടുള്ളവരാണ് ഇതിൽ പല ധനുരാശിക്കാരും. അങ്ങനെയുള്ള ദുരവസ്ഥകൾ ഒട്ടനവധി നേരിട്ടിട്ടുണ്ട് എന്നത് മാത്രമല്ല, ഇപ്പോഴുള്ള ജീവിതത്തിലും നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചെറുതൊന്നുമല്ല. അതായത് എപ്പോഴും വിട്ടുമാറാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും എത്രയൊക്കെ അധ്വാനിച്ചാലും അതിന് തക്കതായ ഒരു പുരോഗതി ജീവിതത്തിൽ കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വല്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്ന ഏതൊക്കെയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും തിരുത്തി കുറിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച കാണപ്പെടുന്നത്. അതായത് അന്നേ ദിവസം നിങ്ങളിൽ തെളിയുന്ന ഗജകേസരി യോഗം കൊണ്ട് ഏറ്റവും പ്രധാനമായി മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് നിലവിൽ ഈ അധ്യായം കാണുന്നതിൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾ കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഒന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം
വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിയവരുടെ മുഖത്ത് നിങ്ങൾക്ക് നേരെ നോക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ്. മാത്രമല്ല, ഒരു ഫോൺ കോൾ വന്നാൽ പോലും അത് അറ്റൻഡ് ചെയ്യുവാനുള്ള ധൈര്യം പോലും ഇതിൽ ചിലർക്കില്ല. കാരണം ആ ഫോണിൻ്റെ മറുവശത്തു നിന്ന് കേൾക്കുവാൻ പോകുന്ന വാക്കുകളെ നിങ്ങൾ അത്രയധികം ഭയക്കുന്നു. എന്നാൽ അത്രയധികം സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ധനുരാശിയിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിശ്വസനീയമായ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നത്തെ അധ്യായം കാണുന്ന ധനുരാശിക്കാരിൽ ചിലർക്ക് വളരെ പ്രിയപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഭയം നിങ്ങളുടെ മനസ്സിൽ വളരെയധികമുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ വീടോ ചില പ്രിയപ്പെട്ട ബന്ധങ്ങളോ എന്തുമാകാം. എന്നാൽ അത്തരത്തിൽ നിങ്ങൾ ഭയക്കുന്ന ആ ഒരു കാര്യം എന്തു തന്നെയായിരുന്നാലും അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തിരിച്ചു പിടിക്കുവാനുള്ള ഭാഗ്യമാണ് ഈ ഗജകേസരി യോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. മാത്രമല്ല, ഇതിൽ ചില ധനുരാശിക്കാർക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സംബന്ധമായും ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥയിലാണ് ചിലർ ഉള്ളത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഭയക്കുന്നത് പോലെ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതിന് പകരം പുതിയ ചില അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ് എന്നതാണ് സത്യം. പ്രത്യേകിച്ച് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് മെച്ചപ്പെട്ട ഒരു കർമ്മമേഖല കണ്ടെത്തുവാനും അതുപോലെ തന്നെ ഇപ്പോൾ സമ്പാദിക്കുന്നതിലും കൂടുതൽ വരുമാനം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് നേടുവാനുമുള്ള യോഗമാണ് ഇവിടെ തെളിയുന്നത്. അതായത് എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി കാണുവാൻ കഴിയാതിരുന്ന ധനുരാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇനി ഇന്നത്തെ അധ്യായം കാണുന്ന ധനുരാശിയിൽ പിറന്ന ചില വ്യക്തികൾക്ക് വിവാഹം കഴിഞ്ഞ് വളരെ നാളുകളായെങ്കിലും സന്താന സൗഭാഗ്യമുണ്ടാകാത്ത ഒരു അവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സുകൊണ്ട് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഈശ്വരൻ നൽകിയിരുന്നെങ്കിൽ എന്നത്. എന്നാൽ ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചിരുന്നില്ല എങ്കിൽ പോലും ഈ ഗജകേസരി യോഗം നിങ്ങളിൽ ഒരു ഭാഗ്യമായി തെളിയുന്നതോടെ അത്തരത്തിലുള്ള ഒരു ശുഭകാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. മാത്രമല്ല, ധനുരാശിക്കാർക്ക് ഈ ഒരു സമയം വിവാഹം, കുടുംബജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഏറ്റവും ഉത്തമമായ സമയമാണ്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ജൂൺ 19 വെള്ളിയാഴ്ച ധനുരാശിക്കാർക്ക് മികച്ച അനുഭവങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇനി രണ്ടാമതായി ഈ ജൂൺ 19 വെള്ളിയാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നത് കൊണ്ട് ഏറ്റവും അവിസ്മരണീയമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജയോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള മകരം രാശിക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ അതിദയനീയമാണ്. ഏറ്റവും പ്രധാനമായി ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ ചില വ്യക്തികൾ ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. അതായത് കുടുംബത്തിനുള്ളിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളും സാമ്പത്തികമായി നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു. മാത്രമല്ല, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യതടസ്സങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂൺ 19 വെള്ളിയാഴ്ച നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഗജകേസരി യോഗം കൊണ്ട് അനുഭവത്തിൽ വരുവാൻ പോകുന്നത്
നിങ്ങളുടെ ഇപ്പോഴുള്ള ചില ദുരവസ്ഥകളിൽ നിന്നുള്ള മുക്തിയാണ്. ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ഈ ഒരു സമയത്ത് ജീവിതത്തിൽ എവിടെ നിന്നാണ് ഇത്രയും വലിയ ഒരു മാറ്റം ഉണ്ടായതെന്ന് നിങ്ങൾ പോലും ചിന്തിച്ചു പോകത്തക്ക രീതിയിലുള്ള ചില സൗഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മകരം രാശിക്കാർക്ക് ഇത് ഏറ്റവും ശുഭകരമായ സമയമാണ്. അതായത് നിങ്ങളുടെ കച്ചവട മേഖലയിൽ ഒരു വർധനവുണ്ടാവുകയും അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് നിങ്ങളുടെ കച്ചവട കാര്യങ്ങൾ വിപുലീകരിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇതുവരെ നിങ്ങൾ കൈപ്പറ്റിയിരുന്ന വരുമാനത്തിന് ഇരട്ടിയായിരിക്കും ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് തുണയായി തെളിഞ്ഞു കഴിയുമ്പോൾ മുതൽ നിങ്ങൾ നേടുവാൻ പോകുന്നത്. ഒപ്പം തന്നെ ഈ ഗജകേസരി യോഗം ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ കുടുംബ ബന്ധങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ അധ്യായം കാണുന്നതിൽ ഏതൊക്കെയോ മകരം രാശിയിൽ പിറന്ന ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പിരിഞ്ഞു ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എങ്കിൽ പോലും നിങ്ങളിൽ ഭാര്യയോ ഭർത്താവോ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ഒരു മകരം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഗജകേസരി യോഗം തെളിയുന്ന ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു മാറ്റമുണ്ടാകും. മാത്രമല്ല വിവാഹപ്രായമായിട്ടും വിവാഹ കാര്യങ്ങളിൽ വളരെയധികം തടസ്സം അനുഭവിച്ചിരുന്ന മകരം രാശിക്കാർക്കും ഈ ഗജകേസരി യോഗം കൊണ്ട് ആ ഒരു തടസ്സത്തിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾ മകരം രാശിയിൽ പിറന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതം നന്നായി കാണണമെന്നാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. എന്നാൽ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി മക്കളുടെ ജീവിതത്തിൽ ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഈശ്വരൻ മറുപടി നൽകുന്ന സമയമായിരിക്കും. ഒപ്പം തന്നെ ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച ചില ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് എന്തൊക്കെയോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ദൂരയാത്ര ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട്. അതായത് അന്നേ ദിവസം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അത് ഏറ്റവും വിജയകരമായി തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമെന്നതും ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി അതുപോലെ തന്നെ ഏതൊക്കെയോ മകരം രാശിയിൽ പിറന്ന കുട്ടികൾ പുനർപഠനത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ശുഭവാർത്തകൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അതായത് സ്വന്തം നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുവാനായി വളരെയധികം ആഗ്രഹിക്കുകയും എന്നാൽ അതിനുവേണ്ട സാമ്പത്തിക കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടുന്നത് കൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എന്നാൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന മകരം രാശിയിൽ പിറന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു സമയം മെച്ചപ്പെട്ടതായതിനാൽ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്ന സമയമായിരിക്കും ഇത്. ഒപ്പം തന്നെ ഈ ഗജകേസരി യോഗം നിങ്ങളിൽ തെളിയുന്ന ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച മകരം രാശിക്കാർക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ശുഭകരമായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ശരീരത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്ന തരത്തിലുള്ള എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ചില മകരം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി കൈവരിക്കുവാൻ കഴിയുകയും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമതായി ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച തെളിയുവാൻ പോകുന്ന ഗജകേസരി യോഗം കൊണ്ട് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാണുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം മുന്നോട്ട് പോകുന്തോറും ജീവിതത്തിൽ പല കാര്യങ്ങളും കൈവിട്ടു പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ കരുതി കൂട്ടുകയും
പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ജീവിതത്തിലെ പല കാര്യങ്ങളിലും എന്തു തീരുമാനമെടുക്കണമെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുപോലെ തന്നെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ പിറന്ന ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ജീവിതത്തിൽ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതായത് നിങ്ങളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാനോ നിങ്ങളോട് ഒരു സമാധാന വാക്ക് പറയുവാനോ പോലും ആരും ഇല്ലാത്ത തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പോക്ക്. ഇതിനെല്ലാം പുറമെ സാമ്പത്തിക പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ടാകുന്ന ദിവസമായിരിക്കും നിങ്ങളിൽ ഗജകേസരി യോഗം തെളിയുന്ന ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ ഈ ഗജകേസരി യോഗം കൊണ്ട് പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ചില കാര്യവിജയങ്ങളായിരിക്കും. അതായത് കാലം മാറുമ്പോൾ വിധിയും മാറുമെന്ന് പഴമക്കാർ പറയുന്നത് പോലെ ഇതുവരെ പരാജയങ്ങൾ മാത്രം കണ്ടുവന്നിരുന്ന ചില കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വിജയത്തിൻ്റെ ആദ്യപടികൾ ചവിട്ടുവാൻ കഴിയുന്ന തരത്തിലുള്ള സമയമായിരിക്കും ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ചയോടെ തുടങ്ങുന്നത്. അതായത് ഇന്നേ വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ ഒന്നും അനുഭവത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഇനി അങ്ങോട്ടുള്ള സമയത്ത് നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വിജയമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾക്ക് ഇതുവരെ സ്വന്തമായി ഒരു ജോലിയില്ല. അതായത് സ്വന്തമായി ഒരു വരുമാനം ഇതുവരെ ഉണ്ടാക്കുവാൻ കഴിയാത്തതിനാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. എന്നാൽ ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഗജകേസരി യോഗം ഭാഗ്യമായി തെളിയുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്വപ്നം നേടിയെടുക്കുവാൻ കഴിയുമെന്ന കാര്യം അച്ചിട്ടാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള കർക്കിടകം രാശിക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒരു അഭിവൃദ്ധി ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ചില കടബാധ്യതകൾക്ക് എങ്ങനെ പരിഹാരം കാണണമെന്നറിയാതെ ഓരോ ദിവസവും വലിയ സമാധാനക്കേടുകൾ അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇത് ശുഭസമയമാണ്. കാരണം സമ്പത്ത് നിങ്ങളെ തേടിയെത്തുകയും നിങ്ങളുടെ പല ബാധ്യതകളും പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയും ചെയ്യുന്ന സമയമായിട്ടാണ് ഈ ഒരു സമയം കണക്കാക്കപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ നിലവിൽ ഈ അധ്യായം കാണുന്ന ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി വെച്ചതിന് ശേഷം അത് പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ചിലർ ഉള്ളത്. എന്നാൽ ആ വീടിൻ്റെ പണി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കണം എന്നുമുള്ളത് നിങ്ങളുടെ വലിയ സ്വപ്നം തന്നെയാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച തെളിയുന്ന ഗജകേസരി യോഗം കൊണ്ട് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. അതുകൂടാതെയും ഒട്ടനവധി ശുഭകാര്യങ്ങൾ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരുടെ വീടുകളിൽ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും കർക്കിടകം രാശിക്കാർക്ക് ഈ ജൂൺ 19-ാം തീയതി വെള്ളിയാഴ്ച ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. മാത്രമല്ല മാനസികമായി നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ആത്മവിശ്വാസം അനുഭവിച്ചറിയുവാൻ കഴിയുകയും ചെയ്യുന്ന സമയവും കൂടിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും ഇല്ലാതാകുന്നത് കാണുവാനും പല ശുഭകാര്യങ്ങളും ജീവിത നേട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനും കഴിയുന്ന തരത്തിലാണ് ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി എത്തുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.